കണ്ടപ്പോൾ വിഷുവൊക്കെ ഓർമ്മ വന്നെങ്കിലും നമുക്ക് വിഷു ആയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. അതായത് ഓൺ ദ വേ. ഈ കാണുന്ന കണിക്കുന്ന നമ്മുടെ കോട്ടയം നാമ്പടത്തുള്ള ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ വളരുന്ന കുറച്ചധികം ഗാർഡനിങ്ങിലൊന്നായ പൂക്കൾ വിടരുന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് അഥവാ മരമാണ് ഈ കണിക്കുന്ന. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും പതിവ് പോലെ ഇറങ്ങി. എന്തിനാ? ഒരു തേണ്ടാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച നാമ്പടം ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, 24 രൂപയേ ഉള്ളൂ. മൊത്തം 48 രൂപ മാത്രമേ ഉള്ളൂ ഫോർ അഡൽട്ട്. കുട്ടികൾക്ക് അതിലും കുറവാണ്. ഊഞ്ഞാലാടണമെന്ന് മോഹത്താൽ എൻ്റെ കൂട്ടുകാരി ഊഞ്ഞാൽ കയറി ഇരുന്നെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അടി ഇങ്ങോട്ടേക്കോ പോയി. പിന്നെ ഇവിടുത്തെ കുറച്ച് അതിമനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കണ്ടു, കാലില്ലാത്ത തവള, പൂക്കൾ വിടർന്നു നിൽക്കുന്നു, കുറേ ആകസ്മികമായിട്ടുള്ള സ്ഥലങ്ങൾ, വാ തുറന്നിരിക്കുന്ന തവള, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പിന്നെ മെയിനായിട്ടും ഇതിനൊരു അട്രാക്ഷൻ എന്താണെന്നറിയാമോ? ചിൽഡ്രൻസ് പാർക്ക് എന്ന പേര് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ആരെയും ഞങ്ങൾ അവിടെ ചെന്നിട്ട് കണ്ടില്ല. അതായത് പ്രായം ചെന്നവരും കുറേയധികം പ്രേമിക്കുന്നവരുമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ലവേഴ്സ് കോർണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലവേഴ്സ് കോർണർ ഞാൻ എടുത്തു പറയാൻ കാരണം ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരൊറ്റ കുഞ്ഞിനെ മാത്രമാണ് അവിടെ ഞങ്ങൾ കണ്ടത്. ബാക്കിയുള്ള എല്ലാം പ്രായം ചെന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുശലം പറയാൻ കുറച്ച് കാറ്റും കൊണ്ടൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് സമയം കളഞ്ഞു. ഫിൽറ്ററും എല്ലാം അടിച്ച് കയറ്റി കൂട്ടുകാരിയൊക്കെ വിളിച്ചും പറഞ്ഞൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം നല്ലതായിട്ടങ്ങ് ദാഹം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടിയും പൂക്കി ഒരു ലെമൺ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് നേരെ കഴിക്കാനൊക്കെ കയറി വീട്ടിൽ